അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ എന്താണ് ചോദിക്കുക എന്ന ഒരു ചോദ്യം ഇദ്ദേഹം ചോദിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമുള്ള കരച്ചിൽ. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ബുർദയുടെ ആദ്യ ഫസലിലൂടെ തൻ്റെ മെഹബൂബിനെ ഓർത്തുകൊണ്ടുള്ള കരച്ചിൽ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇത്രത്തോളം കരയാൻ മാത്രമുള്ള മഹബത്തോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മമ്മയോടും അതേ ചോദ്യം ചോദിക്കുകയാണ്. ഉമ്മമ്മ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. മുത്ത് റസൂൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നാൽ നിങ്ങൾ എന്ത് ചോദിക്കും ഉമ്മ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ഉമ്മമ്മയുടെ കണ്ണുനീര്. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ വരിയിലൂടെ തന്നെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കരഞ്ഞ് കരഞ്ഞ് ചോര കലർന്ന കണ്ണുനീരൊഴുക്കാൻ ജെറുസലമിലുള്ള തൻ്റെ അയൽവാസി ഓർത്തുകൊണ്ടാണോ, തൻ്റെ മെഹബൂബിനെ ഓർത്തുകൊണ്ടാണോ എന്ന് ഒരു ആയത്തിലുള്ള കരച്ചിലിനെ പരിചയപ്പെടുത്തുകയാണ് ഇമാം ബുസൂരി. ഈ പണ്ഡിതനോടും അതേ ചോദ്യം ചോദിക്കുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എന്ത് ചോദിക്കുമെന്ന ചോദ്യത്തിന് ഒരുപാട് സമയം തല താഴ്ത്തി കണ്ണുനീര് തുടച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പണ്ഡിതൻ. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ ആഴം ആ ബുർദയുടെ വരികളിലൂടെ ഇങ്ങനെ പാടിപ്പോകുമ്പോൾ അവിടുന്ന് കരഞ്ഞ് കരഞ്ഞ് മെഹബൂബാകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആസാറ് ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്ക് കരഞ്ഞു പോകുന്ന രംഗമുണ്ട്. ഒരു യുവതിയോട് ഹബീബിൻ്റെ ആ സാന്നിധ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരിയായ സഹോദരി കരഞ്ഞു പോകുകയാണ് കേട്ടോ. മുത്ത് റസൂൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നാൽ നിങ്ങൾ എന്ത് ചോദിക്കുമെന്ന ആ ചോദ്യത്തിന് ഈ പ്രിയപ്പെട്ട യുവതി കണ്ണുനീര് തുടക്കുകയാണ്, മുഖം മാറ്റുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ ആഴം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ നന്നായി സ്നേഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ, സലാമുകൾ വർഷിപ്പിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വലാത്തു സലാമുകൾ ചൊല്ലി ചൊല്ലി ഹബീബിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.